ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് പുറത്തു പോകാൻ തോന്നി. അപ്പോൾ ഞാൻ പുറത്തു പോകാൻ ഓർത്തു. അപ്പോൾ എൻ്റെ ബസ് ജേർണിയാണിത്. സോ നാട്ടിലെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ബസ് ജേർണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ ബസ് ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ബസ് അങ്ങനെ സ്പീഡായിട്ട് പോകുന്നത്, അതും പ്രൈവറ്റ് ബസ് പ്രത്യേകിച്ച്. നമുക്ക് എത്ര സ്പീഡായിട്ടാണ് പോകുന്നത്, ഒരു രക്ഷയില്ല. ആട്ടവും കുലുക്കവും ആൾക്കാരും എല്ലാം ചുറ്റും ആൾക്കാരാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയുടെ അകത്തുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക നിങ്ങളുടെ പ്രൈവസി യൂസ് ചെയ്തതിന്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര താല്പര്യമായത് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. സോ പൊതുവേ ഇത് ചേർത്തിലോട്ട് വർക്കിങ്ങാണ്. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചേർത്തിലെത്തി എനിക്ക് മന്തി കഴിക്കാൻ തോന്നി. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. സോ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോഴത്തേക്കും നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുഴിമന്തിയാണ്. കുഴിമന്തി നാട്ടിലെ ആൾക്കാർക്ക് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണല്ലോ, എനിക്ക് പൊതുവെ താല്പര്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുഴിമന്തിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കുഴിമന്തി വന്നു. എന്താ അത്ര ഇതായിട്ട് പ്ലേറ്റ്, നല്ല വൈറ്റ് പ്ലേറ്റിൽ ഫുൾ കുഴിമന്തി ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്വാർട്ടർ കുഴിമന്തിയാണ് മേടിച്ചത്. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് വയ്യ. അപ്പോൾ ആർക്കെങ്കിലും കൊതി തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകാൻ തോന്നി. നമ്മുടെ ഫ്രം സൂ ചേർത്തല കൈരളി തിയേറ്ററിൽ, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററാണ്. അപ്പോൾ പൊതുവേ തിയേറ്റർ കുഴപ്പമില്ലാത്ത വൃത്തിയിലാണ്, പക്ഷെ എന്നാലും ചെറിയൊരു വൃത്തിക്കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത തിയേറ്ററാണ്. നമ്മൾ ആ തിയേറ്ററിൻ്റെ ഞാൻ ചുറ്റുമൊക്കെ കാണിക്കാം. ഇതാണ് നമ്മുടെ കൈരളി ശ്രീ തിയേറ്റർ. സോ കണ്ടോ, നമ്മുടെ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ കയറാൻ പോവാണ്. ഇതാണ് തിയേറ്ററിൻ്റെ നമുക്കിപ്പോൾ കൗണ്ടറും എല്ലാം ഉള്ളത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന മൂവി ഞാൻ കാണിക്കാം. നമ്മൾ കാണാൻ പോകുന്ന മൂവി അതാണ്, ഫ്രം സൂ. അപ്പോൾ ഇതാണ്, ദയവായി ക്ഷമിക്കുക എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിന് എന്തെങ്കിലും പ്രശ്നം. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. നമ്മളിപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാൻ പോകണം. കുറച്ച് സമയമുണ്ട് ടിക്കറ്റ് തരാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അതിന് സമയത്ത് നമുക്കത് കാണിക്കാൻ വേണ്ടി ഞാൻ പൊതുവെ കാണിച്ചതേ ഉള്ളൂ. ടിക്കറ്റ് നമുക്ക് കിട്ടി. A12 ആണ്, 2:30 ഷോ, 125 രൂപയാണ് ടിക്കറ്റ്. സിനിമ തുടങ്ങി. കണ്ട ഇതെന്താണെന്ന് പറയാമോ? കണ്ട ഈ പുള്ളി രജബ് ഷെട്ടി, പുള്ളിയുടെ എൻട്രൻസ്, ഇൻ്റർവെൽ സീനിന് മുമ്പ് ഒരു പുള്ളിയുടെ എൻട്രൻസ് ഉണ്ട്. അവിടെ തൊട്ട് സിനിമ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്, പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സീനുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലായി, പുറത്ത് പോയി എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കണം, അതിൻ്റെ തിരിച്ചു വരും. ഇൻ്റർവെൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആയപ്പോഴത്തേക്കും സിനിമ അടിപൊളി സിനിമയാണ്. ഇത് എൻഡ് സീനാണ്. ഫുൾ സിനിമ എനിക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എൻഡ് സീന് മാത്രം കുറച്ച് പാട്ട് വെച്ചിട്ടുണ്ട്. സോ അടിപൊളി സിനിമയാണ്. സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചിരിക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് കുറച്ച് ശോകമാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളി സിനിമ. കന്നഡക്കാർക്ക് ഇത്ര നല്ല സിനിമാസൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കന്നഡക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. KGF-ഉം കന്താര കഴിഞ്ഞിട്ട് ഇത് അടിപൊളി മൂവിയാണ്. എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണുക. പുതിയ കഥാപാത്രങ്ങളായാലും മെയിനായിട്ട് ടർബോ ഒക്കെ മൂവി കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കോമഡിയും വഴങ്ങുമെന്ന് പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ആർക്കെങ്കിലും ഈ സിനിമ പോയി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. ഇത് മിസ് സിനിമ ഫാമിലിയായിട്ട് തന്നെ പോകുക. തിയേറ്റർ കാലിയാണെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതിപ്പോൾ ചേർത്തല തിയേറ്റർ ആയിട്ട് കാരണം കാലിയായിട്ട് തോന്നും, പക്ഷേ എന്നാലും അടിപൊളി മൂവി, അടിപൊളി മൂവി. സെക്കൻഡ് ഹാഫോട്ട് ചിരിക്കാനൊന്നും ഫസ്റ്റ് ഹാഫിന് കുറച്ച് ബോറിംഗ് ആയിരിക്കും. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ലൈക്ക് ചെയ്യുക.